ഹലോ എവരി വൺ, എന്തൊക്കെ എല്ലാവർക്കും സുഖമല്ലേ? നമ്മളോട് പലപ്പോഴും പലരും പറയും ഉണ്ടിട്ട് കഴിക്കരുത്, അതുപോലെ തൈരും മീനും ഒരുമിച്ച് കൂട്ടരുത്, അതേപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കരുത്. ഇതൊക്കെ പഴമക്കാരായ കുറച്ച് വയസ്സായ ആളുകൾ പ്രത്യേകിച്ച് നമ്മളടുത്ത് ഇങ്ങനെ എപ്പോഴും നമ്മളടുത്ത് പറയാറുണ്ട് ഇല്ലേ? ഇതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും സ്വഭാവത്തിൻ്റെ കാര്യത്തിലും ചില കാര്യങ്ങൾ തമ്മിൽ മിക്സ് ചെയ്യാൻ പാടില്ല. അങ്ങനെ മിക്സ് ചെയ്താൽ നമ്മുടെ പണി പാളും. അത് കുറച്ച് 3 കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ, ആദ്യത്തേത് ഏതെന്താണെന്നറിയോ? നിങ്ങളുടെ മൂഡ് മോശമായിരിക്കുന്ന സമയത്ത്, അതായത് നിങ്ങൾ ബാഡ് മൂഡിലാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ബാഡ് വേർഡ്സ് ആയി മിക്സ് ചെയ്യരുത്. ബാഡ് മൂഡും ബാഡ് വേർഡ്സും കൂടെ മിക്സ് ചെയ്താൽ ആകെ കുളമാകും. നമ്മുടെ ചിലപ്പോൾ നമ്മൾ ആരോടെങ്കിലും സംസാരിക്കാൻ വേണ്ടി നമ്മൾ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ സങ്കടപ്പെട്ടിരിക്കുമ്പോഴൊക്കെ നമ്മുടെ മൂഡ് ശരിയല്ലല്ലോ. ആ സമയത്ത് നമ്മൾ മറ്റുള്ളവരോട് പറയുന്ന ചില വാക്കുകൾ മതി അവരെ ഹേർട്ട് ചെയ്യാൻ. നമുക്ക് നമ്മുടെ മൂഡ് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ശരിയാവും, പക്ഷേ ഒരിക്കലും നമ്മൾ പറഞ്ഞ വാക്ക് നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല. സോ ബാഡ് മൂഡും ബാഡ് വേർഡ്സും ഒരിക്കലും മിക്സ് ചെയ്ത് ആ സമയത്ത് സൈലൻ്റ് ആയിരിക്കുക, നിശബ്ദത പാലിക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ കാഴ്ചപ്പാട്, മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് നിങ്ങളുടെ ബോധ്യങ്ങളുമായി ഒരിക്കലും മിക്സ് ചെയ്യരുത്. അതായത് ഒരു എക്സാമ്പിൾ, നമ്മളോട് എപ്പോഴും ആളുകൾ പറയും നീ ഒരിക്കലും നിന്നെ കൊണ്ട് കഴിയില്ല, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഇല്ലേ? അതെന്തുകൊണ്ടാണെന്നറിയോ അവരങ്ങനെ പറയാൻ കാരണം അവർക്കത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, അവർക്കത് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് അവർ വിചാരിക്കും നിങ്ങളെയും കൊണ്ടും പറ്റില്ല. ഒരു എക്സാമ്പിൾ പറയട്ടെ, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. നമ്മുടെ സ്പൈഡർമാന് എവിടെ വേണമെങ്കിലും കൊത്തിപ്പിടിച്ച് കയറാം, ഏത് ഹൈറ്റിലുള്ള ചുമരും കൊത്തിപ്പിടിച്ച് കയറാം. പക്ഷെ നിങ്ങളെയും കൊണ്ട് പറ്റുമോ? ഇല്ലല്ലോ. അപ്പം നമ്മളടുത്ത് ഒരു സ്പൈഡർമാൻ വന്ന് പറയാം എനിക്ക് അവിടെ കയറാം, ആ ചുമരിൽ എത്ര ഹൈറ്റ് വേണമെങ്കിലും എനിക്ക് കയറാൻ പറ്റുമെന്ന്. അപ്പം നിങ്ങളെന്താ പറയുക? പിന്നെ ഇതൊന്നും നിങ്ങൾക്ക് പറ്റില്ല, ഇതൊക്കെ വെറുതെ പറയുന്നതാ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ തള്ളിക്കളയാം. കാരണം എന്താ? നിങ്ങൾക്കറിയാം നിങ്ങളെയും കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല. സോ നിങ്ങളെയും കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് അവർക്കും പറ്റില്ല എന്നൊരു വിശ്വാസമാണ് നമ്മൾ. സോ രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു? നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടും നമ്മളെ ബോധ്യവുമായി മിക്സ് ചെയ്യരുത്. ഇനി അടുത്തത് മൂന്നാമത്തേത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇമോഷൻസും ബിസിനസ് സ്ട്രാറ്റജീസും മിക്സ് ചെയ്യരുത്. ഒരിക്കലും നമ്മുടെ ഇമോഷൻസുമായി ബിസിനസ് സ്ട്രാറ്റജീസിനെ മിക്സ് ചെയ്യാൻ പാടില്ല. അത് ബിസിനസ്സിനെ തകർച്ചയിലേക്ക് നയിക്കും. ഓക്കെ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സമാധാനപരമായി ചിന്തിച്ച് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ട പല കാര്യങ്ങളുണ്ട്. സോ അതെല്ലാം നല്ല പെർഫെക്റ്റായിട്ട് ചിന്തിച്ച് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക, എന്നിട്ട് നമ്മൾ മുന്നേറുക. ഓക്കെ, താങ്ക് യു.